നീറ്റിന് പിന്നാലെ നെറ്റും വിവാദത്തിലാവുകയാണ്. UGC നെറ്റ് പരീക്ഷ റദ്ദാക്കി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. ഇന്നലെ നടന്ന പരീക്ഷയിൽ ക്രമക്കേട് കണ്ടെത്തിയതോടെയാണ് പരീക്ഷ റദ്ദാക്കിയത്. ക്രമക്കേട് അന്വേഷിക്കാൻ CBIയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകും. അർജുൻ, വീണ്ടും മറ്റൊരു പരീക്ഷ കൂടി ഇത്തരത്തിൽ സംശയമുനയിലേക്ക് ക്രമക്കേടെന്നുള്ള ആരോപണത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. എന്തൊക്കെ ക്രമക്കേടുകൾ എന്നുള്ളതാണ് നിലവിൽ പുറത്തുവരുന്ന പരാതികൾ, കണ്ടെത്തലുകളൊക്കെ? പക്ഷേ ഇന്നലെയാണ് ഈ 2 ഘട്ടങ്ങളിലായി നെറ്റ് പരീക്ഷ നടത്തിയത്. 2 ഘട്ടങ്ങളിലായി ഏകദേശം 10 ലക്ഷത്തോളം തന്നെ വിദ്യാർത്ഥികൾ ഈ പരീക്ഷ എഴുതിയിരുന്നു. അതിന് പിന്നാലെ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ തന്നെ കീഴിലുള്ള സൈബർ സുരക്ഷാ വിഭാഗം UGCക്ക് നൽകിയ ഒരു റിപ്പോർട്ട്. ആ റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് ഈ പരീക്ഷയുടെ നടത്തിപ്പിൽ എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തൊക്കെ ക്രമക്കേട് എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകളിലെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. അത് UGCക്ക് കൈമാറിയിട്ടുള്ള ആ കോൺഫിഡൻഷ്യലായിട്ടുള്ള റിപ്പോർട്ടിൽ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരീക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്നത്. മാത്രമല്ല ഉടനെ തന്നെ പുതിയൊരു പരീക്ഷകളുടെ വിജ്ഞാപനം ഷെഡ്യൂളും അടക്കം പുറത്തിറക്കുന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്നലെ നടന്ന പരീക്ഷ അതിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ വേണ്ടി ഒരു CBI അന്വേഷണത്തിലുള്ള ഉത്തരവ് കൂടിയാണ് ഇപ്പോൾ UGCയും അതുപോലെ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും പുറപ്പെടുവിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇതിൽ ക്രമക്കേടുകൾ നടത്തിയതിന് അതിന് കാരണക്കാരായിട്ടുള്ള എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നുള്ള കാര്യം എന്തായാലും ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രാലയവും UGCയും ഒരുപോലെ തന്നെ അറിയിക്കുന്നുണ്ട്. നീറ്റിന് പിന്നാലെ തന്നെ വലിയ രീതിയിൽ ഒരു ആരോപണമായി മാറുകയാണ് നെറ്റ് പരീക്ഷ നടത്തപ്പെടുകയും ഈ ഒരു ക്രമക്കേട് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പരീക്ഷ എന്തായാലും വീണ്ടും നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ അന്വേഷണവും ഉണ്ടാവും.